എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വളരെ സ്വാദേറിയ നല്ലൊരു മീൻകറിയാണ്. ഈ ഒരു മീൻകറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് തേങ്ങ ഒന്നും തന്നെ അരച്ച് ചേർക്കുന്നില്ല, എങ്കിലും നല്ല കൊഴുത്ത ഗ്രേവിയാണ്. അതും ഒരു പ്രത്യേക രീതിയിലാണ് മീൻകറി തയ്യാറാക്കി എടുക്കുന്നതും. ഈ ഒരു മീൻകറിയും നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്നതുമാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വീടുകളിൽ തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വീഡിയോയിൽ ലൈക്കുകൾ തരാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും ചേച്ചിക്ക് തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തപ്പെടുന്നതും. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ മീൻകറി വീഡിയോ കണ്ടു നോക്കിയാലോ. മീൻ കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ അളവിലാണ് മീൻ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇന്ന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെമ്പല്ലി മീനാണ്. നല്ല ദശക്കട്ടിയൊക്കെയുള്ള മീനാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏതൊരു മീൻ വെച്ചിട്ടും ഈ ഒരു കറി തയ്യാറാക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് കൊച്ചുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിയാണ്. കൊച്ചുള്ളി ഒരു 15 എണ്ണവും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളകും 4 വെളുത്തുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഇടികലിലേക്ക് മാറ്റിയിട്ട് ഇതുപോലൊന്ന് ചതച്ചുകൂടെ വെക്കാം. ഇഞ്ചിയും കൊച്ചുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ഇടികല്ലിൽ വെച്ചിട്ടാണ് കേട്ടോ ചതച്ചെടുക്കേണ്ടത്. അതിനുശേഷം ഒരു തവി ഉപയോഗിച്ച് ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്നിളക്കിയും കൂടെ കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ കറി തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് വളരെ തന്നെ സ്വാദ് കൂട്ടുന്നതാണ്. ചുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ച് വെക്കുന്ന സമയത്ത് കുറച്ച് സമയം കഴിയുവാണെങ്കിൽ അതൊന്ന് കയ്പ് ടേസ്റ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആ ഒരു സമയത്ത് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു കയ്പ് ഒഴിവാക്കാൻ പറ്റുന്നതുമാണ്. അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം കറിക്ക് ആവശ്യമായ മസാലപ്പൊടികൾ കൂടി നമുക്കൊന്ന് എടുത്ത് വെക്കാം. 1 സ്പൂൺ അളവിലെ എരിവെള്ള മുളക് പൊടിയും 1.5 സ്പൂൺ അളവിലെ കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിലെ ഉലുവപ്പൊടിയും 1/4 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കറിക്ക് ആവശ്യമായ പുളിയാണ്. ഞാനിവിടെ ഇതുപോലൊരു കഷ്ണം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് പിഴുപുളിയാണ്. എടുത്തിട്ടുള്ള പുളി നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഈ ഒരു രീതിയിലൊന്ന് പിഴിഞ്ഞുകൂടെ വെക്കണം. നിങ്ങൾക്ക് വാളംപുളിക്ക് പകരമായിട്ട് കുടംപുളിയോ മാങ്ങയോ എടുക്കാവുന്നതാണ്. പുളി പിഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലൊരു തക്കാളിയാണ്. തക്കാളി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൂടെ വെക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ ആയാൽ പിന്നെ കറി തയ്യാറാക്കി എടുക്കാനുള്ളൊരു മൺചട്ടിയാണ്. ചട്ടി ഇപ്പോൾ നന്നായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ ചട്ടിയിലെ വെള്ളമെല്ലാം തുടച്ചു മാറ്റിയതിന് ശേഷം 1 സ്പൂൺ അളവിലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു 3 തണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം. കറിവേപ്പില വളരെ എളുപ്പത്തിൽ തന്നെ മൂത്ത് കിട്ടും. ഇനി ഫ്ലെയിം സിമ്മിലാണ് വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്കിതിലേക്ക് മീൻ കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കണം. ഉപ്പ് ഇതുപോലെ നേരത്തെ ചേർത്ത് കൊടുക്കുന്നത് നമ്മളിതിലേക്ക് ചേർക്കുന്ന പൊടികൾ കരിയാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ പൊടികൾ ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് തന്നെ മുരിയിച്ചെടുക്കണം. പൊടികൾ ഒരു തരി പോലും കരിയാതെ നല്ല പോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടണം. വഴറ്റുന്ന പൊടികളുടെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറിയും കിട്ടണം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ എല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചേർക്കാവുന്നതാണ്. പൊടികളിൽ നിന്ന് നല്ല പോലെ ആവി വന്ന് തുടങ്ങുമ്പോൾ പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടെ തന്നെ വഴറ്റിയെടുക്കാം. തക്കാളി ചേർത്ത് 1 മിനിറ്റ് നേരം വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളത്തിൽ നിന്നും കുറച്ച് പുളിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് തന്നെ നമുക്ക് മൂടി വെച്ച് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. 2 മിനിറ്റ് നേരം മൂടി വെച്ച കറിയുടെ മൂടി നമുക്കൊന്ന് തുറന്നുകൂടെ നോക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് ഒന്ന് കുഴഞ്ഞിരിക്കുന്ന പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ നല്ലവണ്ണം ഒന്ന് മൂത്ത് വെന്തും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് ബാക്കിയുള്ള പുളിവെള്ളം കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ പിഴുപുളിയാണ് ചേർത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുളി ഏതാണോ അത് ഉപയോഗിച്ചും കറി തയ്യാറാക്കാവുന്നതാണ്. ഇനി കറിയുടെ ചാറ് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്ന് തിളച്ച് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്ത് നല്ലവണ്ണം വെട്ടി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് വീണ്ടും ചെറിയ തീയിലേക്ക് വെച്ച് കൊടുത്തിട്ടാണ് കറി ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതും. ഇപ്പോൾ നമ്മുടെ കറി നല്ലവണ്ണം വെട്ടി തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഇനി ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റിയതിന് ശേഷം മൂടി വെച്ചൊന്നും കൂടെ വേവിച്ചെടുക്കാം. അരപ്പ് മൂടി വെച്ച് കൊടുത്തിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. മൂടി തുറന്നിഞ്ഞ് നോക്കാം. ഇപ്പോൾ നമ്മുടെ കറി നല്ല കട്ടിയായിട്ടുള്ള ഗ്രേവിയോട് കൂടിയാണ് ആയി വന്നിട്ടുള്ളത്.
ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളാണ് ചേർക്കേണ്ടത്. ചാറ് നല്ല കുറുകിയതിന് ശേഷമായിരിക്കണം മീൻ ചേർക്കേണ്ടത്, അല്ലെങ്കിൽ മീൻ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോവാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. മീൻ കഷ്ണങ്ങൾ കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ തവി ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലവണ്ണം തിളച്ചു തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു ചേരുവ കൂടെ ചേർക്കേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ വീടുകളിൽ തയ്യാറാക്കുന്ന കറിയിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് കൂടെ ചേർത്ത് ഈ ഒരു രീതിയിലൊന്ന് നിരത്തി വെച്ചു കൊടുക്കാം. അതിനുശേഷം കറി ഒന്ന് വെട്ടി തിളപ്പിച്ചു കൂടി എടുക്കണം. നല്ലവണ്ണം കറി തിളച്ചു തുടങ്ങിയാൽ ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റിയതിന് ശേഷം മൂടി വെച്ചാണ് നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂടി തുറന്ന് കറി ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. മൺചട്ടി ആയതുകൊണ്ടിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ അടിയിലൊക്കെ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും മൂടി വെച്ച് കൊടുക്കണം. മീൻ കഷ്ണങ്ങൾ കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് മാത്രമാണ് നമുക്ക് ഈ മീൻ വേവിച്ചെടുക്കേണ്ടതും. ചാറ് അധികമായാൽ മൂടി തുറന്നു വെച്ച് വേണം ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ മീൻ കറി 3 മിനിറ്റ് കൊണ്ട് തന്നെ പാകമായി കിട്ടിയിട്ടുണ്ട്. കറിയിലെ എണ്ണയെല്ലാം തെളിഞ്ഞ് ഇതുപോലെ ഒന്നായി വന്നപ്പോൾ ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. വീണ്ടും മൂടി അടച്ച് വെക്കാം. വെട്ടിത്തിളച്ചിരിക്കുന്ന ആ ഒരു മൺചട്ടിയുടെ ചെറിയ ചൂടൊന്ന് ആറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയുടെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വീണ്ടും പെട്ടെന്ന് തന്നെ ഒന്ന് മൂടിയും കൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള മീൻകറി ഞാനിവിടെ തുറന്ന് നോക്കുവാണ്. അതിനുശേഷം ചട്ടി ഇതുപോലെ ഒന്ന് പിടിച്ച് കുലുക്കുകയും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര രുചികരമായിട്ടാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മീൻകറി നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇതുവരെയും നിങ്ങൾ ഇതുപോലൊരു മീൻകറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കണേ. ചൂട് ചോറിനൊപ്പവും നല്ല കപ്പയ്ക്കൊപ്പൊക്കെ കഴിക്കാനായിട്ട് വളരെ സ്വാദാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം വിളമ്പാനും സൂപ്പർ കറിയാണ്. എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി എടുക്കണേ. നിങ്ങളുടെ വീട്ടിൽ വാങ്ങിക്കുന്ന ഏതൊരു മീൻ വെച്ചിട്ടും ഇതുപോലൊരു സിമ്പിൾ കറി എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്താം. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദി, സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.